ഭർത്താവിൻ്റെ പേരൻസിനെ മരുമകൾ സംരക്ഷിക്കേണ്ടതില്ലത്രേ. ഈ അടുത്ത് അലഹബാദ് ഹൈക്കോർട്ടിൽ വന്നൊരു വിധിയാണിത്. ഇൻലോസിനെ നോക്കേണ്ടത് ഒരു ധാർമ്മിക കടമ മാത്രമാണെന്നും അതിന് നിയമത്തിൻ്റേതായിട്ടുള്ള യാതൊരു സപ്പോർട്ടും ലഭിക്കില്ല എന്നും കൂടി ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വിധി വന്നപ്പോൾ അതിൽ ഒരുപാട് സന്തോഷിക്കുന്ന കുറേയധികം സ്ത്രീകളെ ഈ പോസ്റ്റിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഞാൻ കണ്ടിരുന്നു. ശരിയാണ്, ഹസ്ബൻഡിൻ്റെ പേരൻസിനെ നോക്കേണ്ടത് ഒരു മരുമകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധപരമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ അവിടെ കടമ എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ വിവാഹ സമയത്ത് നമ്മുടെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും ചേർന്ന് നമുക്ക് തരുന്നൊരു ഉപദേശമുണ്ട്, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ സ്വന്തം വീട്ടുകാരെ പോലെ കാണണം എന്നുള്ളത്. പക്ഷേ ഇതിൽ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഹസ്ബൻഡിൻ്റെ പേരൻസിനെ സ്വന്തം പോലെ കാണണം എന്ന് എല്ലാവരും പഠിപ്പിച്ചു തരും. പക്ഷേ സെയിം ടൈമിൽ ഹസ്ബൻഡിൻ്റെ പേരൻസ് വന്നു കയറുന്ന പെൺകുട്ടിയെ സ്വന്തം മകളെ പോലെ കാണണം എന്നുള്ളത് ആർക്കും നിർബന്ധമില്ലാത്ത കാര്യമാണ്. മരുമകളെ സ്വന്തം മകളെ പോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ അതേ സ്നേഹം തന്നെ സ്വന്തം പേരൻസ് എന്ന നിലയിൽ അവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. ആരോഗ്യമുള്ള കാലത്തോളം മരുമകളെ മാക്സിമം പീഡിപ്പിച്ചിട്ട് ആരോഗ്യം നഷ്ടപ്പെടുന്ന സമയത്ത് സ്വന്തം പേരൻസിനെ പോലെ കാണണമെന്നും കെയർ ചെയ്യണം എന്ന് വാശി പിടിക്കുന്നിടത്താണ് ശരിക്കും പ്രശ്നം. ഇന്നത്തെ കാലത്ത് സ്വന്തം മക്കൾ പോലും പേരൻസിനെ നോക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യാതിരിക്കുന്ന ഒരു കാലത്ത് മരുമക്കൾ അങ്ങനെ ചെയ്യണം എന്ന് വാശി പിടിക്കാനും നമുക്ക് സാധിക്കില്ല. ഈ അടുത്ത് എറണാകുളം KSRTC സ്റ്റാൻഡിൽ ആലപ്പുഴ സ്വദേശിനിയായ ഒരു അമ്മുമ്മയെ സ്വന്തം മക്കളാണ് ബസ് സ്റ്റാൻഡിൽ ഉപേക്ഷിച്ചിട്ട് പോയത്. മീഡിയയുടെ അറ്റൻഷൻ കിട്ടിയതോടെയാണ് പിന്നീട് ആളുകൾ അതിനെക്കുറിച്ച് അറിയുന്നത്. നമ്മുടെ പേരൻസ് അവരുടെ നല്ല സമയത്ത് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട്, നമ്മളെ സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ വാർദ്ധക്യകാലത്ത് അതേ സ്നേഹവും കരുതലും തിരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഇനി വാർത്തകളും കോടതി വിധിയും ഒക്കെ ഒന്ന് മാറ്റി നിർത്താം. നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ സ്വന്തം തന്നെയല്ലേ? അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേരൻസും നമുക്ക് സ്വന്തം തന്നെയാണ്. അവരെ സ്നേഹിക്കേണ്ടതും കരുതേണ്ടതും ബഹുമാനിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ്. ആൺമക്കളുള്ള എല്ലാ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ മകനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ അവൻ്റെ ഭാര്യയും സ്നേഹിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ വരുമ്പോൾ അവിടെ ഇതുപോലെയുള്ള പരാതികളും പരിഭവങ്ങളും ഒന്നും ഉണ്ടാവില്ല.